ശ്യാംരാജ് 17,500 വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയ ഇടത്താണ് സ്ഥാനാർത്ഥി വേണമോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പം കുറേ ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് മത്സര രംഗത്ത് എത്രമാത്രം സജീവമാകുന്നു എന്ന ഉള്ള സംശയം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും സുരേഷ് ഗോപി ഇന്ന് കൺവെൻഷൻ അവിടെ എത്തിയത്. നമുക്കറിയാം, നിങ്ങൾ പാലക്കാട് മറ്റ് തെരഞ്ഞെടുപ്പുകൾ, നിങ്ങളുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ഇടങ്ങളിലൊക്കെ എങ്ങനെയാണ് പ്രചരണം നടത്തുന്നത് എന്നറിയാം. അതിലേക്കൊന്നും, ആ ലെവലിലേക്കൊന്നും നിലമ്പൂർ എത്തുന്നില്ല. ഇനിയെങ്കിലും അങ്ങനെ ഉണ്ടാകുമോ, അതോ ആദ്യമുള്ള മനോഭാവം, തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി വേണ്ട എന്ന മനോഭാവത്തിൽ തുടങ്ങിയ ഇടത്ത് ആ ഒരു പിൻവലിയൽ ഇനിയും ഉണ്ടാകുമോ? രേണുക നോക്കൂ, ഒന്ന്, സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുകയോ നിങ്ങളോട് പറയുകയോ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. എനിക്ക് എക്കോ കേൾക്കുന്നുണ്ട്, അവിടെ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ തിരിഞ്ഞു കേൾക്കുന്നു. ഞാൻ പറയട്ടെ, ചോദിച്ചേ ഉള്ളൂ ചോദ്യം, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കും. അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ ആശയക്കുഴപ്പത്തിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ 2-ാം തീയതി വരെ സമയം ഉണ്ടായിരുന്നല്ലോ, നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ജൂൺ 2-ാം തീയതി വരെ സമയം ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. എല്ലാ രീതിയിലും പലപ്പോഴും നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ പുതിയ പുതിയ സ്ഥാനാർത്ഥികളെയും പുതിയ പുതിയ ആളുകളെയൊക്കെ ഞങ്ങൾ അവതരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാനും അതോടൊപ്പം തന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തെ കുറിച്ചിട്ട് പഠിക്കുവാനും ഞങ്ങൾക്കൊരു സമയം വേണമായിരുന്നു. ആ സമയം എടുത്തിട്ട് ഞങ്ങൾ പഠിച്ച് പുതിയൊരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് മുമ്പിലൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചു. ഇന്നിപ്പോൾ ഞാനുള്ളത് നിലമ്പൂരാണ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മുതിർന്ന ആളുകളൊക്കെ വന്നു കുറേയധികം പേർ വന്നിരിക്കുന്നു, നാളേക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്നോട്ടില്ല. അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ എത്തേണ്ടതോ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കേണ്ടതോ ഇല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ 3-ാം സ്ഥാനത്താണ് എന്നുണ്ടായിരുന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കഴിഞ്ഞു. ഇനി പരമാവധി എത്രയാണ് വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ജയത്തിലോട്ട് അടുക്കാൻ വേണ്ടി എന്താണ് ചെയ്യുക, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. എനിക്ക് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇന്നേ വരെ ആയിട്ടും എന്തുകൊണ്ടാണ് നിലമ്പൂരിലെ വികസനത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റാതെ പോകുന്നത്? അത് ഞാൻ നിങ്ങളെ മാത്രമായിട്ട് കുറ്റം പറയുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ LDFും UDFും ഈ അൻവറും കൂടെ നടത്തുന്ന ഒളിച്ചുകളിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങളും പിന്നെ കേരളത്തിലെ ജനങ്ങളും, പ്രത്യേകിച്ച് നിലമ്പൂരിലെ ജനങ്ങളും, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിലമ്പൂരിലെ ഈ ഒരു വികസന മുരടിപ്പിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകാത്തത്? ഇപ്പോൾ ഇവർ LDFിൻ്റെ മുദ്രാവാക്യം എന്താണ്? തുടരും. എന്ത് തുടരും? എന്താണ് തുടരാൻ പോകുന്നത്? കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവരുടെ MLA തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞാനൊരു കാര്യം പറയാം. ഈ കഴിഞ്ഞ നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് ഇരുട്ടുകുത്തി എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഏരിയ, ആ ഇരുട്ടുകുത്തി എന്നുള്ള ട്രൈബൽ ഏരിയക്ക് പഴയ പ്രളയത്തിൽ 2018-19 സമയത്തെ പ്രളയത്തിൽ ഒലിച്ചു പോയ പാലം ഇതുവരെ നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന നിമിഷം വരേക്കും ആ ആദിവാസി ജനങ്ങൾ താമസിക്കുന്ന ഇടത്തിലോട്ട് മുളകൾ അതിലാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ പറയട്ടെ 2000 കോടിയുടെ വികസനം, അത് രണ്ടാമതല്ല, നിങ്ങൾ അതാണ് ചർച്ച ചെയ്യേണ്ടത്. ഇടപെടലുകൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് LDF അവിടെ വോട്ട് പിടിക്കുമെന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് 2-ാം ഘട്ടത്തിൽ അത് വിശദമായി അത് പൊള്ളയാണെന്നാണ് പറഞ്ഞത്. അത് പൊള്ളയാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശ്രീ നിസാം സെയ്ദ്